ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കെമിസ്ട്രിയുടെ വീഡിയോ ചെയ്തിട്ട് കുറച്ചേറെ ദിവസങ്ങളായി. എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. S4 S5 വളരെ ഷോർട്ട് ടൈമിൽ കുറേ അധികം ക്ലാസ്സുകൾ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഓവർ സ്ട്രെയിൻ കാരണം എനിക്ക് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്റ്റഡി ക്ലാസ് മാറ്റി വെച്ചിട്ട് അതർ വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പം എന്താ ഈ വളരെ അടുത്ത് നിങ്ങളുടെ എക്സാം ഡേറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികൾ ചില വീഡിയോയുടെ അണ്ടറിൽ കമൻ്റ് ഇട്ടിരുന്നു, S6 ഫിസിക്കൽ 2 ചെയ്യണമെന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ എന്താണ്ട് ഇപ്പോൾ വളരെ ലേറ്റായിട്ടാണ് മെസ്സേജ് കണ്ടത്. അപ്പോൾ തന്നെ ഞാനിത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനല്ല, നിങ്ങൾക്ക് ഈ പഠിച്ചതിൽ ഇനി കൂടുതൽ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 15 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻസിനും പ്രയോജനകരമായിരിക്കും. പിന്നെ 100% മാർക്ക് വാങ്ങിക്കണമെങ്കിൽ മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 50 to 60% മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തായാലും ഒരാൾക്കെങ്കിലും ഇത് പ്രയോജനം. നിങ്ങൾ ഒരിക്കലും എൻ്റെ വീഡിയോ കാണുന്നെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ ആരും അതിൽ കമൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയുക? അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ ആർക്കാണെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണെങ്കിലും അത് കേൾക്കാനോ അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനോ ആളില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ താല്പര്യം കുറയും. പിന്നെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. എന്തായാലും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി അത് കാത്തിരിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടിയും അതോടൊപ്പം ആവശ്യമുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഒന്ന് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതായത് ഫിസിക്കൽ കെമിസ്ട്രി 2 നിങ്ങളുടെ CH1641 പേപ്പറാണ്. അതിനകത്ത് നമുക്കുള്ള മോഡ്യൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തെർമോഡൈനാമിക്സ് 1 ആണ്. തെർമോഡൈനാമിക്സ് 1, 2, 3, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതിനകത്ത് തെർമോഡൈനാമിക്സ് 1 മൊത്തത്തിൽ തെർമോഡൈനാമിക്സിനകത്ത് നമുക്ക് എന്താണ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അത് 0th ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ ഉണ്ട്, തേർഡ് ലോ ഉണ്ട്. ഇത് 3 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യന് വന്നാലും എഴുതാൻ പറ്റിയ രീതിയിൽ പഠിച്ചോളുക. പിന്നെ അത് കഴിഞ്ഞിട്ട് CPയും CVയും തമ്മിലുള്ള റിലേഷൻ. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി. ഹീറ്റ് കപ്പാസിറ്റി CPയും CVയും തമ്മിലുള്ള റിലേഷനുണ്ട്, അതും പഠിക്കുക. അപ്പം എല്ലാ തെർമോഡൈനാമിക് ലോസ് പഠിക്കുക, അതുപോലെ തന്നെ CPയും CVയും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ ഡെറിവേഷൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് കാൽക്കുലേഷൻ ഓഫ് വർക്ക്, ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആൻഡ് എൻതാൽപ്പി ചേഞ്ച് ഫോർ എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ റിവേഴ്സിബിൾ ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക് കണ്ടീഷൻ. അപ്പോൾ അതിൽ പ്രോബ്ലവും ചോദിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി, റിവേഴ്സിബിൾ ഐസോതെർമൽ ആൻഡ് അഡയബാറ്റിക് കണ്ടീഷനിൽ അതിൻ്റെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ, ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി ചേഞ്ച്, ഇതെല്ലാം ഐഡിയൽ ഗ്യാസിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അത് ഒന്ന് പഠിക്കുക. പിന്നെ ജൂൾ തോംസൺ ഇഫക്റ്റ് പഠിക്കുക. പിന്നെ എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇൻ ടേംസ് ഓഫ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്. അത് നോക്കുക. പിന്നെ തെർമോ കെമിസ്ട്രിയിൽ നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, എൻതാൽപ്പി ഡെഫിനിഷൻസ് എല്ലാം ഉണ്ട്. എൻതാൽപ്പി, ഫോർമേഷൻ, കമ്പഷൻ, ന്യൂട്രലൈസേഷൻ എല്ലാം ഉണ്ട്. പിന്നെ ഹെസസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസും, കിർച്ചോഫ് ഇക്വേഷൻസ്, ഇതിൽ ഏതൊക്കെ പഠിക്കാം. ഹെസസ് ലോ എന്തായാലും ഏതെങ്കിലും ഒരു പാർട്ടിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും പഠിക്കാം. സെക്കൻഡ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ സ്പോണ്ടേനിയസ് പ്രോസസ്സ്, എന്താണ് സ്പോണ്ടേനിറ്റി, അത് നോക്കുക.
പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഈ കാർനട്ട് തിയറമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊള്ളാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വരേണ്ടത് ഇതാണ്, ക്രൈറ്റീരിയൻ ഓഫ് സ്പോണ്ടേനിറ്റി ആൻഡ് ഇക്വിലിബ്രിയം. ഒരു സ്പോണ്ടേനിറ്റിയുടെയും ഇക്വിലിബ്രിയത്തിൻ്റെയും ക്രൈറ്റീരിയൻ. അതുപോലെ തന്നെ എൻട്രോപ്പി ചേഞ്ച് ഇൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. ഓക്കെ, ഇത് പഠിക്കുക. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് പിന്നെ ഗിബ്സ് ഹെൽമോട്ട്സ് ഇക്വേഷൻ, ഗിബ്സ് ഹെൽമോട്ട്സ് ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി, ഹെൽമോട്ട്സ് ഫ്രീ എനർജി, ഗിബ്സ് ഹെൽമോട്ട്സ് ഇക്വേഷൻ, അത് നോക്കി വയ്ക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ, കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ അത് പഠിച്ചവർ അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പഠിക്കുക. പിന്നെ ക്ലാഷ്യസ് ക്ലാപ്രോൺ ഇക്വേഷൻ, പിന്നെ ഫിഗാസിറ്റി എന്താണ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് ഫിഗാസിറ്റി ഗ്രാഫിക്കൽ മെത്തേഡ്, അത് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫിഗാസിറ്റിയുടെ. പിന്നെ തെർമോഡൈനാമിക്സ് 3-ൽ പഠിക്കാനുള്ളത് തേർഡ് ലോ എന്തായാലും നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തേർഡ് ലോയുടെ ഈ എക്സെപ്ഷൻ ഓഫ് തേർഡ് ലോ വിത്ത് റെഫറൻസ് ടു എക്സാമ്പിൾസ്. അതായത് തേർഡ് ലോ എന്ന് പറയുന്നത് എൻട്രോപ്പി 0 ഡിഗ്രി അബ്സല്യൂട്ടിൽ എൻട്രോപ്പി 0 ആകും എന്നുള്ളതാണ്. പക്ഷേ എൻട്രോപ്പി എല്ലാ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിനും 0 എൻട്രോപ്പിയാണ് 0 അബ്സല്യൂട്ടിൽ. പക്ഷേ അതിന് ചില എക്സെപ്ഷൻസ് ആണ് കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ആൻഡ് H2O. അപ്പോൾ അതെന്താണ്, എക്സെപ്ഷൻസ് എന്താണ്, ഇതൊന്ന് പ്രത്യേകമായിട്ട് പഠിക്കുക. അതിൻ്റെ ഓറിയൻറ്റേഷൻ കൊണ്ടാണ്. സോളിഡ് സ്റ്റേറ്റിൽ തന്നെ അതിന് കംപ്ലീറ്റ് ഓർഡർ വരത്തില്ല. അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് കൊണ്ട് അതിൻ്റെ പാക്കിങ് ഡിഫറെൻ്റ് ആയിട്ട് വരും. ആ കാര്യം ഒന്ന് പഠിക്കാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ ഈ മാക്സ്വെൽ, ബോൾട്സ്മാൻ, ബോസ് ഐൻസ്റ്റീൻ, അതുപോലെ തന്നെ ഫെർമി ഡിറാക്, അത് മൂന്നും നോക്കി വയ്ക്കണം. ഫെർമിയോൺസ് ആൻഡ് ബോസോൺസ് പഠിക്കുക. ഓക്കെ. പിന്നെ തെർമോഡൈനാമിക് പ്രോബ്ലം ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അത് ഒന്ന് നോക്കിയേക്കുക. അല്ല, ഡെറിവേഷൻ ഇല്ലാത്തതാണ്. ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് നോക്കി വയ്ക്കുക. ദെൻ പാർട്ടീഷൻ ഫംഗ്ഷൻ, മോളിക്കുലർ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ ഐഡിയൽ ഗ്യാസ്, ഇത് പഠിച്ചിട്ടുള്ളവർ അതൊന്നുകൂടെ പഠിക്കുക. ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അത് പുതുതായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തെർമോഡൈനാമിക് ഫങ്ഷൻസ് ഇൻ ടേംസ് ഓഫ് പാർട്ടീഷൻ ഫംഗ്ഷനിൽ ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, ഈ ഒരു ഏരിയ നോക്കുക. പിന്നെ നമ്മൾ ഇപ്പം തെർമോഡൈനാമിക്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. 3 ലോ പഠിക്കുക. പിന്നെ സ്പോണ്ടേനിറ്റി പഠിക്കുക. ദെൻ ഫിഗാസിറ്റി പഠിക്കുക. കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി ആൻഡ് ഇക്വിലിബ്രിയം പഠിക്കുക. പിന്നെ എൻട്രോപ്പി ചേഞ്ച് ഇൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്പെക്ട്രോസ്കോപ്പിലോട്ട് വരുവാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ വേരിയസ് റീജിയൻസ് നോക്കി വയ്ക്കുക. അത് ഞാനൊരു സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ മോളിക്കുലർ സ്പെക്ട്രം, ആറ്റോമിക് സ്പെക്ട്രത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഈ റൊട്ടേഷണൽ സ്പെക്ട്രം, അതുപോലെ തന്നെ വൈബ്രേഷണൽ സ്പെക്ട്രം, ESR, NMR, ഇതൊക്കെ ഏതെല്ലാം റീജിയണിൽ വരുന്നെന്ന് ആ ഒരു സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണുക. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, അതുപോലെ തന്നെ ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏത് സെക്ഷനിൽ വേണമെങ്കിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ഉള്ളത് ഈ റൊട്ടേഷണൽ, വൈബ്രേഷണൽ, രാമൻ സ്പെക്ട്രം, ഈ 3ൻ്റെ കേസിലും സെലക്ഷൻ റൂൾസ് 3ൻ്റെ നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് മൈക്രോവേവ് റീജിയണിലാണ് വരുന്നത്. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് IR റീജിയണിലാണ് വരുന്നത്. അതുപോലെ തന്നെ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് പോളറൈസബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതിൽ നമുക്ക് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രം ഉണ്ട്, അതുപോലെ തന്നെ വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രം ഉണ്ട്. അത് നോക്കുക. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മോഴ്സ് ഇക്വേഷൻ ഉണ്ട്. പിന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ റിജിഡ് ഡയറ്റോമിക് മോളിക്യൂൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളും സെലക്ഷൻ റൂൾസാണ് എല്ലാത്തിൻ്റെയും നോക്കി വയ്ക്കേണ്ടത്. പിന്നെ സ്പെക്ട്രോസ്കോപ്പി 2 ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്
ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ. സെലക്ഷൻ റൂൾ, എല്ലാ സ്പെക്ട്രോസ്കോപ്പിയുടെയും സെലക്ഷൻ റൂൾ നോക്കി വെക്കണം. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആണെന്നുണ്ടെങ്കിൽ വൈബ്രേഷണൽ ലെവൽസാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലേത് ക്വാണ്ടം നമ്പർ ആണെന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ക്ലിയർ ആവും. അപ്പോൾ എല്ലാത്തിൻ്റെയും സെലക്ഷൻ റൂൾ നോക്കി വയ്ക്കുക. പിന്നെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഫ്രാങ്ക് കോണ്ടൺ പ്രിൻസിപ്പിൾ. പിന്നെ വരേണ്ടത് സ്പെക്ട്രം ആൻഡ് കണ്ടിന്യൂ എന്താണ്, സ്പെക്ട്രം ആൻഡ് കണ്ടിന്യൂ എന്താണെന്ന് നോക്കി വയ്ക്കുക. പിന്നെ പ്രീ ഡിസോസിയേഷൻ, അത് ഒരു ഡയഗ്രമുണ്ട്, പ്രീ ഡിസോസിയേഷൻ്റെ ഡയഗ്രമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ NMR സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ സ്പിൻ, അതിനകത്ത് ഇൻട്രാക്ഷൻ ഓഫ് ന്യൂക്ലിയർ സ്പിൻ വിത്ത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് എനർജി ലെവൽ സ്പ്ലിറ്റിംഗ്, പ്രിസഷൻ. പിന്നെ കെമിക്കൽ ഷിഫ്റ്റ് പഠിക്കുക, കെമിക്കൽ ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ആൻഡ് ടോ സ്കെയിൽ അത് പഠിക്കണം. പിന്നെ പ്രസൻറ്റേഷൻ ഓഫ് NMR സ്പെക്ട്ര, അതായത് ഒരു ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്ര, സ്പിൻ കപ്ലിങ്, അത് എത്തനോളിൻ്റെ ഒരു സ്പെക്ട്രം അത് വെച്ചിട്ട് അതിൻ്റെ സ്പ്ലിറ്റിങ്ങും അതിൻ്റെ ഓരോ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂയും കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡയഗ്രം നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ലാൻഡേ സ്പ്ലിറ്റിംഗ് ഫാക്ടർ, ആ ഇക്വേഷൻ ഉണ്ടല്ലോ, NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് ലാൻഡേ സ്പ്ലിറ്റിംഗ് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ESR സ്പെക്ട്രം എന്താണ്, അതിനകത്ത് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിങ്. അതുപോലെ സിമ്പിൾ മീഥൈൽ ആൻഡ് ബെൻസീൻ റാഡിക്കൽസിൻ്റെ ESR സ്പെക്ട്രം, അതായത് ഫ്രീ ഇലക്ട്രോൺ സിസ്റ്റംസ് ആണ് റാഡിക്കൽ. അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് ആ 2 എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ. പിന്നെ നോൺ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈപോൾ മൊമെൻറ്റ്, ഡീബൈ ഇക്വേഷൻ, ക്ലോഷ്യസ്-മൊസോട്ടി ഇക്വേഷൻ, പിന്നെ അതുപോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, അതായത് ഡൈപോൾ മോളിക്കുലർ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ സിമെട്രി വെച്ചിട്ട് ഈ ഡൈപോൾ മൊമെൻറ്റ്, ചിലത് പോളാർ ബോണ്ട് ഉണ്ടെങ്കിലും നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ആ മോളിക്കുലർ സിമെട്രി വരുന്നവർക്ക് നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് വെച്ചിട്ട് അത് പഠിക്കുക. അതായത് CCl4, അതുപോലെ തന്നെ BF3, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഡയാമാഗ്നറ്റിസം ആൻഡ് പാരാമാഗ്നറ്റിസം വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കും. പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ്, അത് നോക്കി വയ്ക്കുക. പിന്നെ മോളാർ റിഫ്രാക്ഷൻ, മോളിക്കുലർ സ്ട്രക്ചർ, മോളാർ റിഫ്രാക്ഷൻ, അറ്റോമിക് റിഫ്രാക്ഷൻ, പാരക്കർ, ഷോർട്ട് ക്വസ്റ്റ്യന് ചോദിക്കുന്നതാണ് പാരക്കർ. പിന്നെ അറ്റോമിക് ഈക്വലൻ്റ് ഓഫ് പാരക്കർ, ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യനിൽ വരാവുന്നതാണ്. പിന്നെ ഗ്രൂപ്പ് തിയറിയിൽ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി, അത് ആക്സിസ് ഓഫ് സിമെട്രി, പ്ലെയിൻ ഓഫ് സിമെട്രി, സെൻറ്റർ ഓഫ് സിമെട്രി, പിന്നെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, പിന്നെ കോമ്പിനേഷൻ ഓഫ് സിമെട്രി എലമെൻറ്റ്സ്, അത് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ സിമെട്രി അതായത് ഓരോരോ മോളിക്യൂൾസിന് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഡിറ്റർമിനേഷൻ ഓഫ് പോയിൻറ്റ് ഗ്രൂപ്പ് ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. അപ്പം H2O, NH3, ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ മോളിക്യൂൾസിൻ്റെ പോയിൻറ്റ് സിമെട്രി, അത് ഏത് പോയിൻ്റ് ഗ്രൂപ്പിലാണ്, അതിനേതൊക്കെ സിമെട്രി എലമെൻറ്റ്സ് ആണ്, ഏതെല്ലാം കോമ്പിനേഷൻ വന്നതുകൊണ്ട് അത് ഏതെല്ലാം പോയിൻ്റ് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത്, C2B, D3H, അങ്ങനെയുള്ള ഗ്രൂപ്പിംഗ് ഉണ്ടല്ലോ, അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ സിമെട്രി ഓപ്പറേഷൻസ്, അതിൽ ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്, പിന്നെ കോമ്പിനേഷൻ ഓഫ് സിമെട്രി ഓപ്പറേഷൻസ്, അത് നോക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, C2B ഗ്രൂപ്പിൻ്റെ മാത്രമേ ഉള്ളൂ, അത് essay ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ചോദിക്കാം, അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന്, ഇത് ഏകദേശം എല്ലാം ഉണ്ടെങ്കിലും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷോർട്ട് ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യനിലും അതുപോലെ എസ്സേയുടെ പാർട്ടായിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസാണ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. സമയം കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ പല ടോപ്പിക്കും എനിക്ക് ചെയ്യാമായിരുന്നു വീഡിയോ ഇട്ട്, എൻ്റെയും ആരോഗ്യം അനുവദിച്ചില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളിൽ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.